ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഭാരമാണ് കർത്താവെ. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, സാമ്പത്തിക പീഡകൾ, വിചാരിച്ചതുപോലെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. മക്കളെക്കുറിച്ച് ഭാരം, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നട്ടം തെറ്റി അസ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. വഴി തുറക്കപ്പെട്ടിട്ടില്ല. കർത്താവ് എന്താ ചെയ്യണ്ടേ? കർത്താവ് തുറക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിന്നോട് ദൈവം പറയുന്നു, നീ ഉണർന്നെഴുന്നേൽക്കുക, ഉണർന്നെഴുന്നേൽക്ക്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:14, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വസിക്കുക, ഏറ്റെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ മേൽ പ്രകാശിക്കും. കരങ്ങൾ ഉയർത്തിക്കോളൂ, കണ്ണടച്ചോളൂ. ജീവിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്, ജീവിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. മരണത്തെ തോൽപ്പിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ശാപത്തെയും പീഡകളെയും തകർത്തെറിഞ്ഞ് യേശു നിന്റെ കൂടെയുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ പ്രകാശം നിന്റെ മേൽ വെളിപ്പെടട്ടെ. മരിച്ചവരെ ഉണർന്നെഴുന്നേൽക്കുക, ജീവിക്കുക. മരിച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് നിനക്ക് ജീവൻ നൽകുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തെ കർത്താവ് പണിതുയർത്തുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി വിശ്വസിച്ച് യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവ് എനിക്ക് ജീവൻ നൽകും, എന്റെ കർത്താവ് എനിക്ക് ജീവൻ നൽകും. ഇതാ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം എത്ര തകർക്കപ്പെട്ടതാണെങ്കിലും, എത്ര മരണതുല്യമാണെങ്കിലും, ഇനി രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണെങ്കിലും, നാട്ടുകാർ തള്ളിക്കറഞ്ഞതാണെങ്കിലും, കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ മദ്യപാനിയായിരുന്നു. പല പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇയാള് മദ്യപാനം നിർത്തി. മദ്യപാനമൊക്കെ നിർത്തി. 1 മാസം കഴിഞ്ഞിട്ടില്ല, ആശുപത്രിയിൽ പോയി വയറിലൊക്കെ ഒരു വേദനയൊക്കെയുമായിട്ടൊരു ചെക്കപ്പിന് പോയപ്പോ ക്യാൻസർ രോഗം. ഇയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ, ഞാനൊന്നും നന്നായി വന്നതല്ലേ? ഞാൻ മദ്യപാനം നിർത്തി, മദ്യപിച്ചോണ്ടിരുന്നപ്പോൾ, തോന്നിയവാസം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ രോഗം ഒതുക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പൊ ഞാൻ നന്നായി വന്നതല്ലേ? ദേ ഈ രോഗം, അച്ഛാ ഇനി എന്ത് ചെയ്യും? എൻ്റെ 2 കുഞ്ഞുങ്ങള്, എൻ്റെ ഭാര്യ, ഇനി മുന്നോട്ട് ചിന്തിക്കാൻ പറ്റണില്ല അച്ഛാ. ഇരുട്ട് മാത്രമേ ഉള്ളൂ. രാത്രി കിടന്നിട്ട് ഉറക്കയില്ല. തലയ്ക്കകത്ത് ഇങ്ങനെ വല്ലാത്ത ഭാരം. എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ട സംഭവം അല്ലാന്ന്. ഇതുപോലെ ചില രോഗങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും അൺഎക്സ്പെക്റ്റഡ്, വിചാരിച്ചില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കണേ? എന്താ ചെയ്യണ്ടേ? ഒരു പിടുത്തവും ഇല്ല. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. വിദേശത്ത് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും. ഭാര്യ നാട്ടിൽ അവധിക്ക് വന്നിരിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ആലയത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഞങ്ങൾ വിദേശത്ത് ജീവിക്കുന്നു, ഇവിടെയുള്ളവരുടെ ചിന്ത ഞങ്ങൾ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം എന്നാ. അച്ഛൻ അറിയോ, കണ്ണുനീരിന്റെ മുകളിലാ ഞാൻ ജീവിക്കണേ. ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. അച്ഛാ, ഞാൻ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നണ്ടേ അച്ഛാ? അയാൾക്ക് ഇഷ്ടം പോലെ ബന്ധങ്ങളാച്ചാ. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പല ആളുകളുടെ കൂട്ടത്തിൽ യാത്ര. ജീവിതത്തിൽ വഴിതെറ്റി അത്രമാത്രം അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഭാര്യ എന്നോട് പറഞ്ഞതാ, അച്ഛാ എന്നാ ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചോ? അയാളുടെ ഈ അവിഹിത ബന്ധങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചച്ചാ?
ആദ്യ നാളുകൾ കരച്ചിലായിരുന്നു, സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, അതിന് നിനക്കെന്നാ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാം, അതിനിപ്പം നിനക്കെന്താ? നിനക്കും നിന്റെ കുടുംബത്തിനൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് മതി, അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഈ ഭാര്യ പറയും, അച്ഛാ ആ മനുഷ്യന്റെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഞാൻ എടുത്ത് നോക്കിയത് ഞെട്ടിപ്പോയി അച്ഛാ. അതിൻ്റെ അകത്ത് കാണുന്ന ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ഞാൻ ഭാരപ്പെട്ടു. എൻ്റെ ജീവിത പങ്കാളി ഇത്രയും വലിയൊരു തിന്മയുടെ മേഖലകളിലൂടെയാണല്ലോ. എനിക്കിപ്പോൾ ഈ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. അയാളെ കാണുമ്പോൾ എനിക്ക് അറപ്പാണ് അച്ഛാ, അറപ്പ്. അൾത്താരയുടെ മുമ്പിൽ വിവാഹ ജീവിതം ആരംഭിച്ച് 2 കുഞ്ഞുങ്ങളായിട്ടുള്ളൊരു കുടുംബം. ഇനി മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞ് വിവാഹമോചനം മാത്രമേ ഉള്ളൂ, ഇയാളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റിയല്ല അച്ഛാ, അതിന് മാത്രം ഞാൻ അനുഭവിക്കുന്നുണ്ട് സങ്കടം. ഒരു മനുഷ്യനും മനസ്സിലാവണ്ടേ? ഞാൻ വീട്ടിൽ അവധിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടുകാരുടെയൊക്കെ ചിന്ത ഞങ്ങൾ വിദേശത്ത് നല്ല ആഘോഷമായിട്ട് ജീവിക്കണം എന്നാ. തെറ്റാണച്ചാ, ഈ പുറമേ കാണുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, നായീൻ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ, അകത്ത് മുഴുവൻ പുഴുക്കുത്തുകളാണ്, അകത്ത് മുഴുവൻ സങ്കടമാണ്, വിലാപയാത്രയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില സംഭവങ്ങളോടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അല്ലാതെ ഇത് പണ്ടെങ്ങാണ്ട് നടന്നൊരു സംഭവമല്ല. ഇന്ന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ അനുഭവമില്ലേ? ഇതാ ഈശോ നിന്റെ ശവമഞ്ചത്തെ തൊട്ടുകൊണ്ട് ഈശോ പറയുക, നീ കരയണ്ട. ഈശോ വെറുതെ കരയേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തുകയല്ല. വചനം മുന്നോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 14-ാം വചനം, അവൻ മുന്നോട്ട് വന്ന് ശവം മഞ്ചത്തിന്മേൽ തൊട്ടു, അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പേരുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പേര് മാറും. എന്താവും പേര്? ജീവിച്ചിരിക്കുമ്പോ ഇപ്പൊ പേരുണ്ട് അല്ലേ, തീർന്നു. മരിച്ചാൽ ആ സെക്കൻഡ് മുതൽ പേര് മാറി എന്തായി മാറും? ശവം എന്നാവും. നിനക്കെത്ര സ്നേഹമുള്ള പേരുണ്ടെങ്കിലും നീ ഓർത്തോ, ആ സെക്കൻഡ് മുതൽ പേര് മാറും, ശവം. എന്നാൽ ആ ശവപ്പെട്ടിയുടെ മുമ്പിൽ ആ ശവം നിശ്ചലമായിട്ട് കിടക്കുന്ന ജീവനില്ലാത്ത ചലനമറ്റ ശവത്തെ തൊട്ടു. എന്നിട്ട് ഈശോ പറഞ്ഞത് യുവാവേ എന്നാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ ഉള്ളിൽ ജീവനുണ്ട്. പറഞ്ഞവൻ അറിയാം ഇത് ശവമല്ല, പറഞ്ഞവൻ അറിയാം ഇത് ശവമല്ല. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് ശവം, പക്ഷേ അത് ശവമല്ല, ജീവനുണ്ട്. യുവാവേ, വചനം എന്താ പറയണ? യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. 15-ാം തിരുവചനം, മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ വചനം യുവാവേ, എഴുന്നേൽക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര വലിയ അരക്ഷിതാവസ്ഥയുടെ നടുവിലാണെങ്കിലും ഈശോ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കുക. നിന്റെ ജീവിതത്തിലെ ഈ അവസ്ഥയൊന്നും മാറുമെന്ന്. ഈ അവസ്ഥ ഇത് മാറും. ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത. യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത. ഈ സ്ത്രീയോട്, നായീമിലെ വിധവയോട് മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരും പലരും വന്നിട്ട് പറഞ്ഞ എന്താ? നീ വിഷമിക്കേണ്ട, കരയണ്ട. ആ വാക്കിനൊന്നും ഒരു ബലം ഉണ്ടായില്ല, അതുകൊണ്ടൊന്നും ഉണ്ടായില്ല. എന്നാൽ യേശു പറഞ്ഞപ്പോൾ ആ പറഞ്ഞ കാര്യം സംഭവിച്ചു. അതാണ് യേശുവിൻ്റെ വാക്കിൻ്റെ വില. യേശു സംസാരിച്ചതിൻ്റെ ബലം അതാണ്. യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം 11-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേഴ്സ് 11. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം
വിജയപ്രദമായി ചെയ്യും എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ ഉത്തരം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം അതാ പറഞ്ഞത്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. ഫലമില്ലാതെ തിരിച്ചു വരത്തില്ല, ഫലം ഉണ്ടാകും. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പൊ ഈശോ അവനെ തൊട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവനിൽ സംഭവിച്ചു. ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കൽപ്പനയാണ്, ഒരു ആഹ്വാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുണ്ട്. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഇതൊരു മാറ്റമുണ്ടാകും. വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ 1-2 വചനഭാഗം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. അതൊരു തളർവാദ രോഗിയെ കുറിച്ചുള്ള വചനമാണ്. തളർവാദ രോഗി. ഈശോ എന്താ തളർവാദ രോഗിയോട് പറഞ്ഞത്? ഒന്ന് വായിച്ചേ. ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. കണ്ടില്ലേ, വീട്ടിലേക്ക് നീ എഴുന്നേൽക്കണം. ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മാറ്റം. ഈശോ നിന്നോട് പറയണത് നീ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കണം, നിനക്കൊരു മാറ്റം. നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇതൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നു. എഴുന്നേൽക്കണം, ഉണർന്നെഴുന്നേൽക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. ബെത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന തളർവാദ രോഗിയോട് ഈശോ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം? വചനം വായിച്ച 5:8. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. കണ്ടില്ലേ, എഴുന്നേൽക്കണം. ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊരു മാറ്റം വേണം. ചിലര് തലയാട്ടുന്നുണ്ട്, വേണം അച്ഛാ, കുറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വേണം, ഒരു മാറ്റം വേണം. ആ മാറ്റമാണ് ദേ വചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ നമ്മൾ ഇനി ഒരിക്കലും നടക്കില്ല, രക്ഷപ്പെടില്ല എന്നൊക്കെ കരുതിയ കാര്യത്തിൽ ദൈവം അങ്ങ് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം. ഒരു ബാലിക അല്ലേ, മരിച്ചുപോയി. ആ ബാലികയുടെ മുമ്പിലേക്ക് ഇതാ ഈശോ കടന്നു ചെല്ലുകയാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 41 വായിച്ചേ. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികേ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള താലി താക്കും എന്ന് പറഞ്ഞു. ബാലിക നീ എഴുന്നേൽക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളോടാണ് ഈശോ പറയണത്. ഇന്ന് നമ്മുടെ ജീവിതത്തോ നോക്കിക്കൊണ്ട് ഈശോ പറയാണ്, ഞാൻ എഴുന്നേൽക്കണം, ഞാൻ ഇങ്ങനെ ജീവിച്ച പോരാ, എനിക്കൊരു മാറ്റം വേണം, എനിക്ക് ഉണർവ് വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോ ദേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് ഈ ഉണർവ്, ഈ എഴുന്നേൽക്കാനുള്ള ഒരു വലിയ കൽപ്പന നമുക്ക് നൽകുകയാണ്. ഈശോ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് യെശയ്യായുടെ പ്രവചനം 52-ാം അധ്യായം 1-2 തിരുവചനം. സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, വിശുദ്ധ നഗരമായ ജെറുസലേമേ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും പ്രായമായി, ഇനി എന്ത് എഴുന്നേൽക്കാൻ, എന്ത് ഉണർവ്, ഇങ്ങനെയൊക്കെ പോരെന്ന്. നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും, നീ എത്ര വലിയ ചതിക്കുഴിക്കകത്താണെങ്കിലും, ഇത് നിനക്കുള്ള വചനമാണ്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കത്തില്ലെന്ന്. ഈ ശുശ്രൂഷയിൽ നീ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനൊരു പദ്ധതിയുണ്ട്.
അത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അത് ഓൺലൈൻ ശുശ്രൂഷയിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നിങ്ങളത് വിശ്വസിച്ചോണം. ഇത് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇത് നീ കേൾക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിന്നോട് ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാ യേശയ്യായുടെ പ്രവചനം 52:1-2 സിയോനെ ഉണർന്നെഴുന്നേൽക്കുക. ഈ സിയോൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ കർത്താവ് പറയണേ, നീ ഉണർന്നെഴുന്നേൽക്കണം, ശക്തി സംഭരിക്കണം. അല്ലേ? ബന്ധനസ്ഥയായ ജെറുസലേമേ, ജെറുസലേം എന്ന് പറഞ്ഞ നീയാണ്. നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കണം, നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ നിന്നെ കർത്താവിന് ആവശ്യമുണ്ടെന്ന്, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. അപ്പൊ നീ ഒരു തീരുമാനത്തിലേക്ക് എത്തണം, എഴുന്നേൽക്കാനുള്ള തീരുമാനം. അത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ കിടന്നാ പോരാ, ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞ് ജീവിച്ചാൽ പോരാ, ഉറക്കം തൂങ്ങിയിരുന്നാ പോരാ. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. ഏതായാലും ഒരു ജീവിതമല്ലേ ഉള്ളൂ, അല്ലേ? ഉള്ളത് നന്നായിട്ട് ജീവിക്കണം. ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ ഒത്ത നടുവിൽ തമ്പുരാൻ കർത്താവിൻ്റെ മുഖം കണ്ട് ജീവിക്കണം. ഇതാ ഈശോ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഴുന്നേൽക്കാനുള്ള ഒരു തീരുമാനം. ധൂർത്തപുത്രൻ, ലൂക്കാസ് വിശേഷം ഒന്നെടുത്ത് വായിച്ചേ. ലൂക്കാസ് വിശേഷം 15-18. പന്നിക്കുഴി കടന്നവനാ, അവനൊരു തീരുമാനമെടുത്തു. 15-ാം അധ്യായം 18-ാം തിരുവചനം ലൂക്കാസ് വിശേഷം. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേൽക്കും. എഴുന്നേൽക്കും. ഇതൊരു തീരുമാനമാണ്. ഞാൻ ഉണർവുള്ളവനാകും, ഞാൻ എഴുന്നേൽക്കും. ഇത് കർത്താവ് നമുക്ക് നൽകുന്നൊരു ആഹ്വാനമാണ്, കൽപ്പനയാണ്. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുന്നത്, നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയാ. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 49-ാം തിരുവചനം. ബർത്തിമീസിനെ കുറിച്ച് വായിക്കുമ്പോൾ വചനഭാഗം ഇങ്ങനെയാണ്: ബർത്തിമീസ് വഴി സൈഡിൽ എവിടെയോ ഇരുന്ന് കരയുന്നു, വഴിയിൽ എവിടെയോ ഇരുന്ന് കരയുന്നു. ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞൊരു കാര്യം. 49-ാം തിരുവചനം 10-ാം അധ്യായം മർക്കോസ് വിശേഷം. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അവനെ വിളിച്ച് അവനോട് പറഞ്ഞു, എന്തു പറഞ്ഞു? ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവിടെ നിന്നവരോട് പറഞ്ഞത് അവനെ വിളിക്കാനേ പറഞ്ഞുള്ളൂ. എന്നാൽ ഈ വിളിക്കാൻ പറഞ്ഞവന്മാര് പോയിട്ട് ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞത് അവനെ വിളിക്കാൻ. അപ്പൊ ഇവര് പോയിട്ട് വിളിച്ചാ മതി, എടാ ഈശോ വിളിക്കുന്നു പറഞ്ഞാ മതി. എന്നാൽ അവര് ചെന്നിട്ട് ഈ ബർത്തിമീസിനോട് പറഞ്ഞത് എന്തുവാ? ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. ധൈര്യമായിരിക്കാൻ ഈശോ പറഞ്ഞായിരുന്നോ? ശിഷ്യൻ അവിടെ നിന്ന ആളുകളോട് പറഞ്ഞോ, നിങ്ങൾ അവനോട് പോയിട്ട് ഇത് പറയണം, ധൈര്യമായിരിക്കണം, എഴുന്നേൽക്കണം, ഞാൻ നിന്നെ വിളിക്കുന്നു പറയാൻ പറഞ്ഞോ? ഇല്ല. ഇത് അവരാഡ് ചെയ്തതാ. അവരങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ജനക്കൂട്ടം ഒരു കാഴ്ച കണ്ടു. ഈശോയുടെ കൂടെ നടക്കുമ്പോ ഈ ജനക്കൂട്ടം ശ്രദ്ധിച്ചൊരു കാര്യം, ഈശോ എവിടെ നിൽക്കുന്നുവോ, ഈശോ ആരെ നോക്കുന്നുവോ, ഈശോ എന്തെങ്കിലും പറയുന്നുവോ, അവിടെയെല്ലാം എന്ത് സംഭവിക്കും? അത്ഭുതം, ദൈവിക ഇടപെടൽ സംഭവിക്കും. അല്ലേ? ആ ജനക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതാ സിക്കമോർ മരത്തിന്റെ ചുവട്ടിൽ ഈശോ നിന്നു. അപ്പൊ തന്നെ ജനത്തിന് മനസ്സിലായി, ഇവിടെ ഇപ്പൊ ഒരു അത്ഭുതം ഉണ്ടാവും. അല്ലേ? ഈശോ എവിടെ നിന്നാൽ, ഈശോ ഇങ്ങനെ ആരെങ്കിലും നോക്കിയാൽ അവിടെ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനക്കൂട്ടം തിക്കി ഞെരുക്കി ഇങ്ങനെ പോകുമ്പോ ഈശോ ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ. ഈശോ അവളോട് പറഞ്ഞു, മോളെ, വ്യാധിയിൽ നിന്ന് സുഖപ്പെട്ടിരിക്കുന്ന നീ, സൗഖ്യമായിട്ടിരിക്കുന്ന നീ, സമാധാനത്തിൽ പോണം. 12 വർഷം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഒരുപക്ഷെ നിന്റെ ബുദ്ധിയിൽ ഇനി രക്ഷയില്ല എന്ന് നീ അടഞ്ഞൊരു അധ്യായമായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിലും കർത്താവ് ആ ഇരുണ്ട അനുഭവത്തിൻ്റെ ഒത്ത നടുവിൽ പ്രകാശം നൽകി
നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും അവസാനമായി നീ കണക്കാക്കിയരുത്. എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? കത്തി നശിച്ചു, ചാരമാണ്. ആ ചാരത്തിൽ നിന്ന് കർത്താവ് നിന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ ചാരം മാറ്റി വീണ്ടും പണിതുയർക്കും. നായിമിലെ വിധവ സങ്കടപ്പെട്ട് എല്ലാ പ്രതീക്ഷയും പോയി. മകൻ മരിച്ചു, ആകപ്പാടേണ്ടായിരുന്ന മകനും മരിച്ചു. നിരാശ, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ത്രീ അല്ലേ? എല്ലാ പ്രതീക്ഷയും കത്തി നശിച്ചു. എന്നാൽ കർത്താവ് ആ സ്ത്രീയുടെ മുമ്പിൽ വന്ന് ആ സ്ത്രീയെ തൊട്ടു. ആ സ്ത്രീയുടെ മകനെ സുഖപ്പെടുത്തി, അവന് ജീവൻ കൊടുത്ത്, അവനെ മുമ്പിൽ നിർത്തി. നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു നൽകും. വിശ്വസിക്കണം. നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു നൽകും. പറഞ്ഞേ, തരും. നീ അത് വിശ്വസിക്കണം. നമ്മുടെ പ്രാർത്ഥന അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ബർത്തിമ്യൂസിനെ വിളിക്കാൻ പറഞ്ഞ ദൈവജനത്തോട് പറഞ്ഞു, അവനെ വിളിക്കാൻ. അവർ പോയി ബർത്തിമ്യൂസിന്റെ അടുക്കെ പോയി പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. മാലാഖമാരും നിച്ചാരാധിക്കാം, ചേർന്ന് പാടി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ. മാലാഖമാരും നിച്ചാരാധിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ജനങ്ങളുടെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തിപ്പെടുത്തണമേ. കർത്താവിന്റെ ആത്മാവിൽ വെളിപ്പെടട്ടെ. ഈശോയെ, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നിന്നോട് പറയുന്നു, നീ മരിച്ചവനാണ്, എന്നാൽ ഈ നിമിഷം മുതൽ നീ ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സങ്കടം അനുഗ്രഹമാക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. നീ ഒരുപക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്നാൽ നീ വിചാരിക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടമഷ്ട പീഡകൾ ഏറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനേ, നമ്മെ ചൊല്ലി ആരാധിക്കുമേ. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകൾ ഏറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനേ, നന്ദി ചൊല്ലി ആരാധിക്കും. കൈകൾ ഉയർത്തി ആരാധിക്കാം, കൈകൾ അടിച്ച് ആരാധിക്കാം, പാടി മാലാഖമാരും നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ, ആമേൻ. മാലാഖമാരും നിച്ചാരാധിക്കാം. നീ വിശ്വസിക്കുക. ഈ ഭൂമിയിലെ അനേക കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീട് പണിയോട് ബന്ധപ്പെട്ടാവാം, സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടാവാം, ഒരു വഴി പ്രശ്നത്തോട് ബന്ധപ്പെട്ടാവാം, അങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങൾ. കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു നൽകും. അർഹിച്ചതുപോലെ കുടുംബത്തിൽ നിന്ന് വീതം വെപ്പിനോട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ടെന്ന് കർത്താവ് ക്രമീകരിക്കും. ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാത്തത് കർത്താവ് നിനക്ക് സ്വർഗത്തിൽ ഉറപ്പിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇതാ ഈശോയെ, ഞാനും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ കർത്താവെ, എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവിൽ നീ വിശ്വസിക്കണം. മരിച്ചവനെ, നീ ഉണർന്നെഴുന്നേൽക്കുക, ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇതാ നിന്റെ മേൽ കർത്താവിൻ്റെ പ്രകാശം വന്നു ചേരുന്നു. നീ വിശ്വസിക്കണം. കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ജോലി മേഖലയിലുമൊക്കെ ആത്മീയ മേഖലയിലുമൊക്കെ കർത്താവ് അതിശക്തമായ കൃപ ചൊരിയുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ സന്ദേശം
ഈ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും ഇത് നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യയെ, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാവില്ല, വിഫലമാവില്ല. നിന്റെ പ്രാർത്ഥനകളാണ് നിന്റെ കുടുംബത്തെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. ഹബക്കൂക്ക് 1:5 ഇതിൽ സംഭവിക്കും. ദൈവം ഇടപെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്യാൻസർ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വല്ലാണ്ട് ഭാരം, ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്ന സഹോദരി, വിഷമിക്കണ്ടെന്ന്. കർത്താവ് സഹോദരിയിൽ ഇടപെടും. കർത്താവ് സഹോദരിയിൽ ഇടപെടും. നിർജീവ കോശങ്ങളെ കർത്താവ് ജീവൻ നൽകും. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ ആവാം, മറ്റു പലതരത്തിലുള്ള രോഗപീഠകളാവാം. വിഷമിക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. ഈ സന്ദേശം എനിക്കുള്ളതാണെന്ന് ഏറ്റെടുക്കണം. യെസ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. വിദേശത്ത് ജോലിയുണ്ടായിരുന്നു, നാട്ടിലെത്തി, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ജോലി ഭാരം, ഇനി എന്തു ചെയ്യും? വിഷമിക്കണ്ട, നീ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കാൽപാദത്തിൽ നീര്, നടക്കാൻ ബുദ്ധിമുട്ട്, വല്ലാത്ത ഭാരം, വല്ലാത്ത വിഷമം, ഈ വേദന നിന്റെ കുടുംബത്തില് മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നീ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കിക്കോളൂ. ഈ വേദന ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതിൽ നീ അവസാനമല്ല, ഇത് നിനക്ക് അവസാനമല്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് സകലതും വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചോ. ഇന്ന് ഈ വചനം കേൾക്കാൻ നീ വന്നത് അവിചാരിതമായിട്ട് വന്നതല്ല. ഞാൻ ദിവസവും പങ്കെടുക്കുന്നു, ഇന്നും പങ്കെടുത്തു, അങ്ങനെയല്ല. മറിച്ച് ഇത് കർത്താവ് നിന്നോട് സംസാരിച്ചതാണ്. യെസ്, മുട്ടുകുത്തിക്ക്, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ഞാനിത് ഏറ്റെടുക്കുന്നു കർത്താവേ. ഇതെൻ്റെ ജീവിതത്തിലാണ്. നായീമിലെ വിധവ അതെൻ്റെ ജീവിതമാണ്. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് അങ്ങ് പുതുക്കിപ്പണിയും. യെസ്, എത്ര വയസ്സ് പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അതങ്ങ് വിശ്വസിച്ചോ. എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അതങ്ങ് വിശ്വസിച്ചോ. ദൈവം ഒരു വഴി തുറക്കും. അടഞ്ഞ വഴി ദൈവം തുറക്കും. യെശയ്യാ 22:22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവനടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. വിശ്വസിക്ക്. യെസ്, ഐ ബിലീവ് ഇൻ മൈ ഗോഡ് ഹു സേവ്സ് മീ ഫ്രം മൈ ട്രബിൾ. എൻ്റെ ഇന്നത്തെ ഈ ട്രബിൾ, എൻ്റെ ഈ പ്രശ്നത്തെ കർത്താവ് ഒരു വഴി തുറന്ന് അനുഗ്രഹിക്കും. ഭാരപ്പെടണ്ട. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പിതാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ